നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ദേശീയപാതയിലെ കൊടകര മേൽപ്പാലത്തിന് മുകളിൽ KSRTC സ്വിഫ്റ്റ് ബസ് ലോറിക്ക് പിറകിലിടിച്ച് 12 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് പോയിരുന്ന സ്വിഫ്റ്റ് ബസ്സാണ് മുന്നിൽ പോയിരുന്ന കണ്ടെയ്നർ ലോറിക്ക് പിറകിലിടിച്ചത്. ലോറി പെട്ടെന്ന് വേഗത കുറച്ചപ്പോൾ പിറകെ വന്നിരുന്ന ബസ് നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. അപകടമുണ്ടായിട്ടും ലോറി നിർത്താതെ പോവുകയായിരുന്നു. പരിക്കേറ്റവരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. കൊടകര പോലീസ് മേൽനടപടി സ്വീകരിച്ചു. വടക്കാഞ്ചേരി മുൻ MLA അനിൽ അക്കര തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അടാട്ട് പഞ്ചായത്തിലെ 15-ാം വാർഡിലാണ് ജനവിധി തേടുക. 2000 മുതൽ 2010 വരെ അടാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. 2000 മുതൽ 2003 വരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. 2003 മുതൽ 2010 വരെ പഞ്ചായത്ത് പ്രസിഡന്റായി. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ പഞ്ചായത്തിന് നേടിക്കൊടുത്തു. 2010 ജില്ലാ പഞ്ചായത്ത് അംഗമായി. 2.5 വർഷം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി. 1 മാസം ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റായി. 2016 MLA ആയത്. 45 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം. 2021 15,000-ഓളം വോട്ടിന്റെ പരാജയം ഏറ്റുവാങ്ങി. 2000 7-ാം വാർഡിൽ നിന്നും മത്സരിച്ച് 400 വോട്ടിനായിരുന്നു വിജയം. 2005 11-ാം വാർഡിൽ നിന്നും മത്സരിച്ച് 285 വോട്ടിന്റെ വിജയം നേടി. 2010 ജില്ലാ പഞ്ചായത്തിലേക്ക് പേരാമംഗലം ഡിവിഷനിൽ നിന്നും മത്സരിച്ച് 14,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരുന്നു. കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് കുപ്രസിദ്ധ ഗുണ്ടയെ ജയിലിലാക്കി. മുരിങ്ങൂർ തെക്കുമുറി കുഴുപ്പുള്ളി വീട്ടിൽ സന്തോഷിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 6 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ നവംബർ 18-ന് ആറ്റപ്പാടം മല്ലഞ്ചിറ അമ്പലത്തിന് സമീപമുള്ള സന്തോഷിന്റെ വീട്ടിൽ പ്രവേശിച്ചതിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സന്തോഷ് കൊരട്ടി, ചാലക്കുടി പോലീസ് സ്റ്റേഷനുകളിലായി 5 വധശ്രമ കേസും 6 അടിപിടി കേസും അടക്കം 16 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അമൃത് രംഗൻ, സബ് ഇൻസ്പെക്ടർ സതീഷ്, സിവിൽ പോലീസ് ഓഫീസർ ടോമി എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഏത് പാർട്ടിയിലോ ഏതു വാർഡിലോ ഉള്ള സ്ഥാനാർത്ഥികളാകട്ടെ, എല്ലാവർക്കും സുരേഷിനെ വേണം. അത് വോട്ടിനല്ല, വോട്ട് തേടലിനാണ്. മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയതോടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് ചൂടേറി. സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണ ബോർഡുകൾ തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലാണ് എറവക്കാട് സ്വദേശി കോവാത്ത് സുരേഷ്. ഒറ്റ നോട്ടത്തിൽ ഫ്ലക്സ് എന്ന് തോന്നിക്കാവുന്ന ക്ലോത്ത് പ്രിന്റിൽ മരത്തിൻ്റെ ഫ്രെയിമുകളിലാണ് ബോർഡുകൾ നിർമ്മിക്കുന്നത്. സഹായികളായി 6 പേരും ഭാര്യ മായയും ഒപ്പമുണ്ട്. തൃശിവ പബ്ലിസിറ്റി എന്ന പേരിൽ ആർട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന സുരേഷ് നിരവധി സിനിമകളിൽ ആർട്ട് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. തൃശൂർ പൂരത്തിന് കുടമാറ്റത്തിൽ ഉപയോഗിക്കുന്ന കുടകളുടെ നിർമ്മാണത്തിലും സുരേഷിൻ്റെ കരവിരുതുകൾ പ്രകടമായിട്ടുണ്ട്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ സംഘടിപ്പിക്കുന്ന എക്സിബിഷനുകളിൽ സ്റ്റാളുകൾ ഒരുക്കുന്നതും സുരേഷിൻ്റെ മേൽനോട്ടത്തിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ സുരേഷിന് തിരക്കോട് തിരക്കാണ്. ഇതുവരെ 1000-ഓളം ബോർഡുകൾ തയ്യാറാക്കി കഴിഞ്ഞു. നാടിൻ്റെ മുക്കിലും മൂലയിലും താൻ തയ്യാറാക്കിയ വിവിധ പാർട്ടികളുടെ വിവിധ സ്ഥാനാർത്ഥികളുടെ ബോർഡുകൾ നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമാണെന്ന് സുരേഷ് പറയുന്നു. ജോലിയിൽ തനിക്ക് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ല. ഇതൊരു വരുമാനകാലം കൂടിയാണെന്ന് സുരേഷ് പറയുന്നുണ്ട്. നവമാധ്യമങ്ങളും റീൽസുകളും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും വഴിയോരങ്ങളിലെ ശ്രദ്ധാകേന്ദ്രമാകാൻ സുരേഷിനെ ആശ്രയിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം ഒട്ടും കുറഞ്ഞിട്ടില്ല. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇപ്പോൾ സജീവമായിട്ടുണ്ട്, രംഗത്തുണ്ട്. എല്ലാവർക്കും നമ്മളുടെ പരസ്യം എല്ലാവർക്കും ആണല്ലോ. എല്ലാവരും ബോർഡുകൾക്ക് ആവശ്യക്കാരായിട്ട് വരുന്നുണ്ട്. എല്ലാ കക്ഷികളും വരുന്നുണ്ട്. ഇടതുപക്ഷവും വലതുപക്ഷവും NDA എല്ലാവരും വരുന്നുണ്ട്. എല്ലാവർക്കും നമ്മൾ ബോർഡ് വയ്ക്കുന്നുണ്ട്. ഒരേ വാർഡിൽ തന്നെ എല്ലാ കക്ഷികൾക്കും വേണ്ടി നമ്മൾ ബോർഡ് വയ്ക്കുന്നു. അപ്പോൾ ആരെങ്കിലും ഒരാളെ ജയിക്കുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും പണി തൊഴിൽ ചെയ്യുന്നത് നമ്മളത് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തൊഴിൽ ചെയ്യുന്നുണ്ട്.
അതാണ് ഇപ്പോഴത്തെ നമ്മളെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. കല്ലൂർ പൂക്കോടൻ ലോനപ്പൻ ഭാര്യ മേരി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3-ന് കല്ലൂർ കിഴക്ക് സെന്റ് റഫേൽസ് പള്ളിയിൽ. ചെങ്ങാലൂർ ചിരക്കേക്കാരൻ ബെർലിൻ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സിസ്റ്റർ എൽസി കാച്ചപ്പിള്ളി അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൊടകര വല്ലപ്പാടി കാച്ചപ്പിള്ളി വറീദിന്റെയും ത്രേസ്യയുടെയും മകളാണ്. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,430 രൂപയും പവന് 91,440 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.